ഹായ്, ലാസ്റ്റ് സെഷൻ നമ്മൾ ചെയ്ത എക്സസൈസ് 2.2ൻ്റെ കണ്ടിന്യൂഷനാണ് ഈ സെഷൻ. 15th പ്രോബ്ലം വരെ അവിടെ ചെയ്തിരുന്നു. ഒരു 16th പ്രോബ്ലം നോക്കാം. പ്രോബ്ലം ഇതാണ്: സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3. ഇതിൻ്റെ വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദി എക്സ്പ്രഷൻസ്. ഇതാണ് 16th മുതൽ 21 വരെ കിടക്കുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ വാല്യൂ കാണാം. നമ്മൾ സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ വാല്യൂ കാണാൻ കുറേ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട് മുമ്പ്. ഓക്കെ, അതിൽപ്പെട്ടതാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3. അപ്പോൾ ഇവിടെ റേഞ്ച് നോക്കണം. സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നമുക്കറിയാം. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് റേഞ്ച് ഇതാണ്: -π/2 + π/2. ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇതിനൊന്ന് മാറ്റി എഴുതിയാൽ സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3. 2π/3 എന്ന് പറയുന്നത് 2 × 180/3 60 കിട്ടും. 120 വരും അല്ലേ? ഈ 120 ഇതിനകത്തെ വാല്യൂ ആണോ? -π/2നും π/2നും ഇടയ്ക്കത്തെ വാല്യൂ ആണോ? അല്ല അല്ലേ, 120 പുറത്തു പോകും. അതുകൊണ്ട് നമുക്ക് ഈ സൈൻ 120നെ ഒന്ന് മാറ്റി എഴുതാം. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 120 എന്ന് പറയുന്നത് 2π/3 തന്നെയാണ് കേട്ടോ. ഇതിനെ മാറ്റി സൈൻ 180 - 60 എന്നെഴുതാം അല്ലേ? സൈൻ π - θ. സൈൻ π - θ എന്ന് പറയുന്നത് സൈൻ തീറ്റ തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്. ഇതുപയോഗിച്ച് ഇതിനെ മാറ്റി എഴുതാം. ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π - θ എന്ന് പറയുന്നത് സൈൻ തീറ്റ തന്നെയാണ്. സൈൻ 60 ആണ്. therefore സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 60ൻ്റെ വാല്യൂ സൈൻ 60ൻ്റെ വാല്യൂ എടുക്കുന്നതിന് മുമ്പ് വേറെ റിസൾട്ട് അപ്ലൈ ചെയ്യാം നമുക്ക്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് നമ്മൾ പഠിച്ച റിസൾട്ടാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ? അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താകും? എക്സിൻ്റെ സ്ഥാനത്ത് 60 ഉള്ളത്. അപ്പം 60 എന്ന് എഴുതാം. 60 എന്ന് പറഞ്ഞാൽ π/3. ആൻസർ കിട്ടി π/3. ഓക്കെ, ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം റേഞ്ചിൽപ്പെട്ട എലമെൻ്റ് ആണോ എടുക്കുന്നതെന്ന് നോക്കിയാൽ മതി. ആൻസർ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3ൻ്റെ റേഞ്ച് -π/2 π/2-നുള്ളിൽ വരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3π/4. ഇവിടെ നമുക്ക് റേഞ്ച് നോക്കാം. ഇതൊക്കെ ടാൻ്റെ റേഞ്ച് -π/2 to π/2 ഓപ്പൺ ഇൻ്റർവെൽ ആണ്. ഓപ്പൺ ഇൻ്റർവെൽ -π/2 to π/2 ആണ്. അപ്പോൾ ആ റേഞ്ച് നമുക്ക് എഴുതാം. റേഞ്ച് ഈസ് ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവെൽ -π/2 to π/2, അതായത് -90 മുതൽ 90 വരെ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 3π/4 ആണ് അല്ലേ? 3π/4 എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 × 180/4 135 വരും. ത്രീ 3π/4 3 × 180/4 3 × 4ഉം 180 കൂടി ക്യാൻസലായാൽ 45. 3 × 45 = 135. ഈ 135 നോക്കിയാൽ കാണാം ഈ റേഞ്ചിൽ പെട്ട എലമെൻ്റ് അല്ല അല്ലേ? -π/2 π/2-ന് ഇടയ്ക്ക് നിൽക്കില്ല. അതുകൊണ്ട് നമുക്കിതിനെ മാറ്റി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 180 - എത്രയാണെന്ന് എഴുതാം? 135 കിട്ടാൻ 180ന്ന് 45 പോയാൽ മതി അല്ലേ?
is equal to tan inverse of tan 180 minus 45 tan pi minus theta minus tan theta ആണ് അല്ലേ, മൈനസ് tan 45 എന്ന് വരും. റീസൺ ഇതാണ്, സിൻസ് tan pi minus theta is equal to minus tan theta അല്ലേ. പൈ മൈനസ് തീറ്റയിൽ ഫങ്ഷൻ മാറില്ല, പക്ഷെ ക്വാഡ്രൻ്റ് സെക്കൻഡ് ക്വാഡ്രൻ്റ് ഉണ്ട് പൈ 180 ഇവിടെയാണ്. 180 മൈനസ് തീറ്റ എന്ന് പറയുന്ന വാല്യൂ പൈ മൈനസ് തീറ്റ എന്നുള്ള വാല്യൂ സെക്കൻഡ് ക്വാഡ്രൻ്റ് വരും. സെക്കൻഡ് ക്വാർട്ടറിലാകെ സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. അതാണ് നേരത്തെ പ്രോബിലിറ്റി പോസിറ്റീവ് വന്നത്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ഇതൊക്കെ നമ്മളൊരു കോഡ് വഴി പഠിച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ടാൻ നെഗറ്റീവാണ് വരുന്നത്. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് ടാൻ 45 എന്ന് കിട്ടും. സീക്വൽ ടു ഇവിടെ നേരത്തെ ഉപയോഗിച്ചതുപോലെ ഈ റിസൾട്ട് ഉപയോഗിക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് ഉപയോഗിച്ചാൽ എന്ത് കിട്ടും? മൈനസ് 45 എന്ന് കിട്ടും. മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 45 ആണ്. 45 എന്ന് പറഞ്ഞാൽ π/4 മൈനസ് π/4. അപ്പോൾ നമ്മുടെ റേഞ്ച് പെട്ട എലമെൻ്റ് ആണ് കിട്ടിയത്. ആൻസർ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3π/4 ഇസ് ഈക്വൽ ടു മൈനസ് π/4 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 3/5 പ്ലസ് കോട്ട് ഇൻവേഴ്സ് 3/2. ഇതിൽ സൈൻ ഇൻവേഴ്സ് 3/5 നമ്മൾ എക്സ് ആയിട്ടും കോട്ട് ഇൻവേഴ്സ് 3/2 വൈ ആയിട്ടും എടുത്തു. നമുക്കിതിനെ ഒന്ന് ടാനിൻ്റെ ഫോമിലോട്ട് മാറ്റണം, എന്നാലാണ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3/5 വൈ ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 3/2. ഇതിൽ നിന്ന് നമുക്ക് സൈൻ എക്സ് ഈക്വൽ ടു 3/5 എന്ന് എഴുതാം അല്ലേ. ഇവിടെ കോട്ട് വൈ ഇസ് ഈക്വൽ ടു 3/2. ഇതിന് കോസ് എക്സ് കണ്ടുപിടിക്കണം. സൈൻ എക്സിൽ എത്താൻ വേണ്ടി കോസ് എക്സും കൂടി അറിയണം. കോസ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് അല്ലേ. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് ആണെങ്കിൽ സ്ക്വയർ റൂട്ട് വേണ്ട, കോസ് എക്സ് ആയതുകൊണ്ടാണ് റൂട്ട് ഇടുന്നത്. ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് 3/5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് 9/25. റൂട്ട് ഓഫ് 25 മൈനസ് 9 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 25 മൈനസ് 9/25 എന്ന് കിട്ടും. ഈക്വൽ ടു റൂട്ട് 16/25 ഈക്വൽ ടു 4/5 എന്ന് കിട്ടും. അപ്പോൾ കോസ് എക്സിൻ്റെയും സൈൻ എക്സിൻ്റെയും വാല്യൂ കിട്ടി. സൈൻ എക്സ് 3/5, കോസ് എക്സ് 4/5. ടാൻ എക്സ് എഴുതിക്കോട്ടെ. ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ്. സൈൻ എക്സ് 3/5, കോസ് എക്സ് 4/5 ഈക്വൽ ടു 3/4 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ നമുക്കറിയാവുന്നത് കോട്ട് വൈ ആണ്. കോട്ട് വൈ ഇസ് ഈക്വൽ ടു 3/2. ഇനി കോട്ട് വൈ കിട്ടി. കോട്ട് വൈയിൽ നിന്ന് നമുക്ക് ടാൻ വൈ കണ്ടുപിടിക്കണം. ഇപ്പോൾ റിസൾട്ട് ഉണ്ട്. ടാൻ വൈ ഇസ് ഈക്വൽ ടു റിസൾട്ട് കാണിച്ചു തരാം. ടാൻ വൈ ഇസ് ഈക്വൽ ടു 1 കോട്ട് വൈ എന്ന് എഴുതാം അല്ലേ. അതിൻ്റെ റെസിപ്രോക്കലാണിത്. ഓക്കെ, അതിൽ നിന്നും ടാൻ വൈ ഇസ് ഈക്വൽ ടു തിരിയും 2/3 എന്ന് വരും. അപ്പോൾ നമുക്ക് ടാൻ്റെ വാല്യൂ കിട്ടി. ഇവിടെ ടാൻ വൈ കിട്ടി, ഇവിടെ ടാൻ എക്സും കിട്ടി. ഇനി വാല്യൂ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടാൻ എക്സ് ഈക്വൽ ടു 3/4 എന്നും ടാൻ വൈ ഇസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടി.
നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ. ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 3/5 പ്ലസ് കോട്ട് ഇൻവേഴ്സ് 3/2 ഇതാണ് കണ്ടുപിടിക്കുന്നത്. ഇത് നോക്കിക്കേ, ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ, ഈ റിസൾട്ട് നമ്മൾ പഠിച്ചതാണ്. ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ ആണ്. അപ്പം ഈ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്നുള്ള ഫോമിലല്ലേ ഇത് കിടക്കുന്നത്. എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ ഇൻവേഴ്സ് 3/5ഉം വൈയുടെ സ്ഥാനത്ത് കോട്ട് ഇൻവേഴ്സ് 3/2 ആണെങ്കിൽ ഇതിനെ മാറ്റി എങ്ങനെ എഴുതാം? ഇത് എൽ എച്ച് എസിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. ആർ എച്ച് എസ് എന്താണ് ഇവിടെ? എൽ എച്ച് എസിൻ്റെ ഫോമിലാണ് ഈ ഫംഗ്ഷൻ ഫുള്ള് കിടക്കുന്നത്. ഈക്വൽ ടു ആർ എച്ച് എസിൻ്റെ ഫോമിൽ നമുക്ക് ആൻസർ എഴുതാം. ഈക്വൽ ടു ആർ എച്ച് എസ് നോക്കിക്കേ, ടാൻ എക്സ് പ്ലസ് ടാൻ വൈ. ടാൻ എക്സ്, ഇപ്പോൾ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ എക്സ് നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചു. എക്സ് സൈൻ ഇൻവേഴ്സ് 3/5 ആണെങ്കിൽ, ഉണ്ടോ, എക്സ് സൈൻ ഇൻവേഴ്സ് 3/5 ആണെങ്കിൽ ടാൻ എക്സ് നമുക്ക് 3/4 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ ടാൻ എക്സിൻ്റെ സ്ഥാനത്ത് 3/4 പ്ലസ് ടാൻ വൈ, വൈ കോട്ട് ഇൻവേഴ്സ് 3/2 ആണെങ്കിൽ ടാൻ വൈ നമുക്ക് ഇവിടെ കിട്ടി 2/3 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് 3/4 ഇൻറ്റു ടാൻ വൈ 2/3 ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 9 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 12 ഓൾ ഡിവൈഡഡ് ബൈ, ഇവിടെ ഡിനോമിനേറ്ററിൽ 12 വരും, ന്യൂമറേറ്ററിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 മൈനസ് 6 വരും. ഈക്വൽ ടു 12 ക്യാൻസലാവും. 9 പ്ലസ് 8 17 ഡിവൈഡ് ബൈ 12 മൈനസ് 6. അപ്പോൾ 17/6 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ചൊന്ന് കറങ്ങി ചുറ്റിയാണ് വരുന്നത്, എന്നാലും ഈ ഒരു ഫോമിലോട്ട് കൊണ്ടുവരാം. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ഇതാണ് ക്വസ്റ്റ്യൻ നമ്മുടെ. അപ്പോൾ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ എക്സ് സൈൻ ഇൻവേഴ്സ് 3/5 ആയിട്ടും വൈ കോട്ട് ഇൻവേഴ്സ് 3/2 ആയിട്ടും എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ടാൻ കണ്ടുപിടിക്കും. എന്നിട്ട് ടാൻ കണ്ടുപിടിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ടാൻ എക്സിൻ്റെ വാല്യൂ അറിയണം. റൈറ്റ് സൈഡ് ടാൻ എക്സിൻ്റെ വാല്യൂ അറിയണം. ആ ടാൻ എക്സിൻ്റെ വാല്യൂ അറിയാൻ വേണ്ടി നമ്മൾ ടാൻ എക്സും ടാൻ വൈൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി ടാൻ വൈയും കണ്ടുപിടിക്കുക. എന്നിട്ട് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇക്വേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇത് പല രീതിയിൽ ചെയ്യാട്ടെ. ഇതൊരു മെത്തേഡ് മാത്രമാണ്. ഇത് വേറെ മെത്തേഡിലും ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻസും ഒക്കെ ഉപയോഗിച്ച് നമുക്കറിയാവുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 19th ക്വസ്റ്റ്യൻ ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6 ഈസ് ഈക്വൽ ടു. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട് ആൻസറായിട്ട്. അതായത് ഫസ്റ്റ് ഓപ്ഷൻ 7π/6, സെക്കൻഡ് 5π/6, തേർഡ് π/3, ഫോർത്ത് π/6. ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ്. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എക്സ് അല്ലേ. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 7π/6. അപ്പോൾ ഈക്വൽ ടു 7π/6 ആവില്ലേന്ന് തോന്നും. ഈക്വൽ ടു 7π/6. പക്ഷെ ഇത് ആൻസർ ആവില്ല. അതിൻ്റെ കാരണം ഇത് നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ റേഞ്ച് നോക്കിയിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. ഈ വാല്യൂ ഇൻവേഴ്സ് ഫംഗ്ഷൻ റേഞ്ചിൽ വരുന്ന വാല്യൂ ആയിരിക്കണം. അപ്പോൾ ഇത് ഇൻവേഴ്സ് ഫംഗ്ഷൻ റേഞ്ചിൽ വരില്ല. നമുക്ക് നോക്കാം. ദ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0π ആണ് അല്ലേ. റേഞ്ച് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0π. 7π/6 വാല്യൂ എന്ന് പറയുന്നത് 7π/6 വാല്യൂ കണ്ടുപിടിച്ചാൽ 7 × 180/6 30 210 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഈ 210 ഈ ഇതിൽ പെടില്ല. 210 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0π വരില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷന് മുഴുവനൊന്ന് മാറ്റി എഴുതി വാല്യൂ കണ്ടുപിടിക്കണം. നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ നമുക്ക് ഫംഗ്ഷൻ ഒന്ന് മാറ്റി എഴുതാം. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ്
എളുപ്പത്തിന് കോസ് 210 തന്നെ എഴുതാം. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 210 ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ്, ഇനി ഇതിന് മാറ്റി വന്ന് കോസ് 180 ഫംഗ്ഷൻ മാറുന്നില്ല, അതുകൊണ്ടാണ് 180 എടുക്കുന്നത്. 180 പ്ലസ് 30 എഴുതാം. ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ഓഫ് പൈ പ്ലസ് തീറ്റ. കോസ് ഓഫ് പൈ പ്ലസ് തീറ്റ ഏത് ക്വാഡ്രൻ്റ് വരും? പൈ പ്ലസ് ആണ്, ഇതാണ് പൈ. പൈ പ്ലസ് വരുമ്പോൾ ഇവിടെ വരും. പൈ മൈനസ് ആണെങ്കിൽ സെക്കൻഡ് വന്നേനെ. അപ്പോൾ പൈ പ്ലസ് ആയതുകൊണ്ട് തേർഡ് ക്വാഡ്രൻ്റ് വന്നു. പൈ മൈനസ് ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻ്റ് വന്നേനെ. അപ്പോൾ തേർഡ് ക്വാഡ്രൻ്റിൽ ഏതൊക്കെയാണ് പോസിറ്റീവ്? നമ്മൾ കോഡ് ഇതാണ്, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. അപ്പോൾ ടി ഫസ്റ്റ് ലെറ്റർ ഇവിടെ എല്ലാം പോസിറ്റീവാണ്. ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ എല്ലാം പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻ്റിൽ സൈനും കൊസീക്കും പോസിറ്റീവാണ്. തേർഡ് വരുമ്പോൾ ടാനും ആൻഡ് റെസിപ്രോക്കലായി കോട്ടും പോസിറ്റീവാണ്. ലാസ്റ്റ് കൊസീക്കും സീക്കും പോസിറ്റീവാണ് അല്ലേ? അപ്പോൾ ഇവിടെ ടാനും കോട്ടുമാണ് തേർഡ് ക്വാഡ്രൻ്റിൽ പോസിറ്റീവ്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് കോസാണ്. കോസ് പൈ പ്ലസ് തീറ്റ. കോസ് പൈ പ്ലസ് തീറ്റ എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രൻ്റ് വരും. തേർഡ് ക്വാഡ്രൻ്റിൽ കോസ് നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് കോസ് തീറ്റ എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. ഇത് പഴയ റിസൾട്ടാണ്. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന റിസൾട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കി, കോസ് പൈ പ്ലസ് തീറ്റ മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ മൈനസ് കോസ് തീറ്റേൻ്റെ സ്ഥാനത്ത് 30. ഇനി ഇവിടെ ഈ കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് കോസ് 30 എന്നുള്ളത് -30 എന്ന് എഴുതാൻ പാടില്ല. അതിൻ്റെ കാരണം നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. നോക്കിക്കേ, കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. നേരത്തെ നമ്മൾ ടാൻ ആയിരുന്നു, തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് മൈനസ് പുറത്തെടുത്ത് മൈനസ് ടാൻ ഇൻവേഴ്സ് എന്ന് എഴുതായിരുന്നു. പക്ഷേ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ഞാൻ റീസൺ അന്നേരം എഴുതിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ നോക്കി, കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും കോസ് സീക്ക് കോട്ട് ഇത് നേരിട്ട് പിന്നെ മൈനസ് പുറത്തെടുത്ത് എഴുതാൻ പറ്റില്ല. സൈനും കൊസീക്കും ടാനും ആണെങ്കിൽ അങ്ങനെ എഴുതാം. അപ്പോൾ റിസൾട്ട് എഴുതാം, കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഇവിടെ എന്താകും? ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 30 എന്ന് വരും. കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് കോസ് 30 ആണ് അല്ലേ? എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഉള്ളത് മൈനസ് കോസ് 30 ആണ്. അപ്പോൾ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ സ്ഥാനത്ത് മൈനസ് കോസ് 30 തന്നെ കൊടുക്കണം. ഓപ്ഷനിൽ തെറ്റിക്കാൻ വേണ്ടി കുറേ പൈ ബൈ 6 ഉണ്ട് കേട്ടോ. പൈ ബൈ 6 30 ആണ്. അപ്പോൾ നമുക്ക് അവിടെ കൺഫ്യൂഷൻ തോന്നും. ഓക്കെ, ഇനി കോസ് ഇൻവേഴ്സ് ഓഫ്, ഇവിടെ മൈനസ് വേണ്ട, കോസ് ഇൻവേഴ്സ് റിസൾട്ട് നോക്കും. കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഇവിടെ മൈനസ് എക്സ് ആണ്, ഇവിടെ പക്ഷേ എക്സേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ നെഗറ്റീവ് പോകും. പൈ മൈനസ്, ഇനി നമുക്ക് റിസൾട്ട് കൊടുക്കാം. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ആണ്. ഈ റിസൾട്ട് കൊടുത്താൽ പൈ മൈനസ് 30 എന്ന് കിട്ടും. അതായത് പൈ മൈനസ് പൈ ബൈ 6 ഈക്വൽ ടു 5 പൈ ബൈ 6. ഇത് ഓപ്ഷനിലുണ്ട്. ഇത് സെക്കൻഡ് ഓപ്ഷനാണ്, ഓപ്ഷൻ ബി ആണ്. 5 പൈ ബൈ 6. ഓക്കെ, ഇവിടെ ഈ റിസൾട്ട് ഇത് ഒന്ന് ശ്രദ്ധിച്ചോർത്തിരിക്കുക. കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈൻ ഓഫ് പൈ ബൈ 3 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/2. ഇതിൻ്റെ വാല്യൂ കാണണം. ഇസ് ഈക്വൽ ടു, നമുക്കിതിന് സൈൻ പൈ ബൈ 3 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ്, നമുക്കറിയാവുന്ന റിസൾട്ടാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ ഇൻവേഴ്സ് തീറ്റയാണ്. മൈനസ് സൈൻ ഇൻവേഴ്സ് തീറ്റയാണ്.
നോക്കിക്കേ, സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഈ 3 നെഗറ്റീവ് പുറത്ത് വരും, പക്ഷേ ഈ ലാസ്റ്റ് 3 ശ്രദ്ധിക്കേണ്ടത്. ഇതാണിവിടെ ഫസ്റ്റ് വൺ. ഓക്കെ, അപ്പം നമുക്ക് ഈ മൈനസ് പുറത്തിട്ട് പ്ലസ് വരും. പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് കിട്ടും അല്ലേ. ഈക്വൽ ടു സൈൻ ഓഫ് π/3 പ്ലസ് സൈൻ π/6 ആണ് 1/2 നമുക്കറിയാം അല്ലേ. സൈൻ π/6 1/2 എന്നുള്ള വാല്യൂ കിട്ടുന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എത്രയായിരിക്കും? π/6 ആയിരിക്കും അല്ലേ. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ഇസ് ഈക്വൽ ടു π/6 ആയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ ഇവിടെ π/6 എന്ന് കിട്ടും. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 π/6 ഇസ് ഈക്വൽ ടു സൈൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത 6 2π പ്ലസ് π ഇസ് ഈക്വൽ ടു സൈൻ 3π/6 ഇസ് ഈക്വൽ ടു സൈൻ π/2. സൈൻ π/2 എത്രയാണ്? 1 ആണ്. ഇസ് ഈക്വൽ ടു 1 ആൻസർ കിട്ടും. ഓപ്ഷനിൽ ആൻസർ ഡി ആണ് 1. 20th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ 1, ഓപ്ഷൻ ഡി ആണ് 1 എന്നുള്ള ആൻസർ. ഈ 21. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, tan ഇൻവേഴ്സ് √3 മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് മൈനസ് √3 ഇസ് ഈക്വൽ ടു. ഇവിടെ ദിസ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് √3 മൈനസ്, ഇവിടെ നമുക്ക് റിസൾട്ട് കൊടുക്കാം. കോട്ട് ഇപ്പം നമ്മൾ കണ്ടതാണ്. കോട്ടിലല്ല, കോട്ട് ഇൻവേഴ്സ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് തീറ്റയാണ്. കോട്ട് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ് റിസൾട്ട്. തീറ്റ എക്സ് എല്ലാ ആംഗിളാണ്, എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ നമുക്കുള്ളത് √3 ആണ്. അപ്പോൾ ഇതിന് മാറ്റി കോട്ട് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് പുറത്തെടുത്തിട്ട് എഴുതുക. നമ്മൾ ഇതിൻ്റെ ആൻസർ മാത്രമാണ് എഴുതുക. കോട്ട് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ √3 ആണ്. ഈക്വൽ ടു tan ഇൻവേഴ്സ് √3 മൈനസ് പൈ പ്ലസ് കോട്ട് ഇൻവേഴ്സ് √3 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം tan π/3 ആണ് √3. അപ്പോൾ tan ഇൻവേഴ്സ് π/3 ഇസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് √3 ആണ്. അപ്പോൾ tan ഇൻവേഴ്സ് √3 π/3 ആണ്. അപ്പോൾ π/3 മൈനസ് പൈ പ്ലസ് അതുപോലെ കോട്ട് π/6 ആണ് √3. അപ്പം π/6 ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് √3 ആണ്. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് √3 എന്ന് പറയുന്നത് π/6 ആണ്. ഈക്വൽ ടു LCM എടുത്താൽ 6, ഇവിടെ 3 × 2 ആണ് 6. അപ്പോൾ 2π മൈനസ് 6π, ഇവിടെ 1 ഉണ്ട് കേട്ടോ, പ്ലസ് പൈ ഈക്വൽ ടു 3π മൈനസ് 6π മൈനസ് 3π വരും. മൈനസ് 3π/6 ഈക്വൽ ടു മൈനസ് π/2. ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് മൈനസ് π/2 എന്നുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇപ്പോൾ 21 പ്രോബ്ലം നമ്മൾ 2 സെഷനിലായിട്ടാണ് ചെയ്തത്. 21 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുന്നതനുസരിച്ച് ഇക്വേഷൻ ബൈ ഹാർട്ട് ആയിക്കോളും. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാൻ പോകണ്ട. പ്രോബ്ലം ചെയ്ത് പഠിക്കുന്ന കൂട്ടത്തിൽ ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെക്കോളും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.